9 ഒരേ സമയം ഇന്ത്യ നടത്തിയ ശക്തമായിട്ടുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വെണ്ണീറായി നിൽക്കുകയാണ് പാകിസ്ഥാൻ. വിറങ്ങലിച്ച് നിൽക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ദയവായി ഞങ്ങളെ അടിക്കരുത്, ഈ അടി നിർത്തണം, അടി നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ്. കഴിഞ്ഞ ദിവസം വരെ ഞങ്ങളുടെ കയ്യിൽ ആണവ മിസൈലുണ്ട്, ഇന്ത്യയെ വലിച്ചു മൂക്കിൽ കയറ്റിക്കളയുമെന്നൊക്കെ പറഞ്ഞ ഖവാജ ആസിഫിന്റെ നിലവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ അടി നിർത്തണമെന്നാണ് പറയുന്നത്. നിങ്ങളുമായി ചർച്ചയുമില്ല, ഒരു കോപ്പുമില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലവിലുള്ള നിലപാട്, ഇപ്പോഴുമുള്ള നിലപാട്. അതേ നിലപാടിൽ ഇന്ത്യ തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വിവരം ഇന്ത്യ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യ ഇതിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ഇന്ത്യയുടെ പ്രതിഷേധം അടങ്ങുന്നില്ല. ഭീകരവാദ കേന്ദ്രങ്ങൾ 9 ശക്തമായി തിരിച്ചടിച്ച് വെണ്ണീറാക്കി മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും അടക്കം ലക്ഷ്യം വയ്ക്കുന്ന ഇന്ത്യ അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനി തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫോമർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഓഫ് ദ ഇന്ത്യൻ ആർമി മനോജ് മുകുന്ദ് നരവാനെ എക്സിൽ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പേ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റ് ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പിക്ചർ അബി ബാക്കി ഹേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതുകൊണ്ട് തീരില്ല, ഇനിയും നിങ്ങൾ ഒരുപാട് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ എന്നാണ് ഇപ്പോൾ കൃത്യമായി മുകുന്ദ് നരവാനെ ഇപ്പോൾ പാകിസ്ഥാന് താക്കീത് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പറഞ്ഞിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാൻ വലിയ തിരിച്ചടി ഞങ്ങൾ നൽകുമെന്ന് വലിയ രീതിയിൽ വീമ്പിളക്കിയ ശേഷമാണ് ഇപ്പോൾ ഖവാജ ആസിഫിന്റെ നിലവിളി ഉയർന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ ദേശീയ മാധ്യമങ്ങളും പറയുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിക്ക് അവിടെ ഒരു പട്ടിയുടെ വില പോലും ഇല്ല എന്നുള്ളതാണ്. അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പട്ടാളമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചടിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് കൃത്യമായി നമ്മുടെ രാജ്യത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ ഇയാളുടെ പ്രസ്താവനയ്ക്കൊന്നും മറുപടി കൊടുക്കാൻ നമ്മുടെ രാജ്യം തയ്യാറായിട്ടില്ല, പോകുന്നുമില്ല എന്നുള്ളതാണ്. പാക് പട്ടാളത്തെയാണ് ഇന്ത്യ ഇപ്പോൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരൊറ്റ പാകിസ്ഥാനി സൈറ്റോ ഒരൊറ്റ സിവിലിയൻ സൈറ്റോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. എല്ലാ ആക്രമണങ്ങളും വളരെ പ്രിസൈസ് ആയിട്ട് തീവ്രവാദ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദ ക്യാമ്പുകളും അവരെ തീറ്റിപ്പോറ്റുന്ന ബഹവൽപൂരിലെ മദ്രസകളുമാണ് തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവരെങ്ങാനും ഇന്ത്യയെ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ നീക്കം എന്നുള്ളതാണ്. അതായത് പാക് പട്ടാളം ഇന്ത്യയെ തിരിച്ചടിക്കാനായി ഒരു നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ നീക്കം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ മിലിറ്ററി സിവിലിയൻ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്താൽ പാകിസ്ഥാൻ ഇന്ത്യൻ നേവി ഇറങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ പാകിസ്ഥാനെ 3 ഭാഗത്തു നിന്നും വളഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ. എന്തായാലും ഇന്ത്യൻ നേവി ഇത്തവണ ഇപ്പുറത്ത് നിന്ന് അസോൾട്ട് ലോഞ്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എണ്ണയും പിന്നാക്കം പോലും പിന്നീട് പാകിസ്ഥാന് കിട്ടാത്ത ഒരു അവസ്ഥ വരും. എണ്ണയും സപ്ലൈയും വരുന്ന കടൽ മാർഗം അടക്കം ബ്ലോക്കായി പോകുമെന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം. വിമാനം പറത്താൻ പോയിട്ട് പാകിസ്ഥാന് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിക്കാൻ പോലും ഒരു എണ്ണയും പിണ്ണാക്കും അവിടേക്ക് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ അടുത്ത ശക്തമായിട്ടുള്ള ടാക്ടിക്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ, നമ്മുടെ രാജ്യം ഇപ്പോഴും കനത്ത ജാഗ്രതയിൽ തന്നെ തുടരുകയാണ്. പാക് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അന്ത്യമായിരിക്കും കുറിക്കാൻ പോകുന്നത് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.